വെൽക്കം ടു ഷൈനസ് വയനാട് വിത്ത് മീ ആരിഫ ബഷീർ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു വ്ളോഗ് വീഡിയോ ആണ് കേട്ടോ. രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ലൊരു മുട്ട റോസ്റ്റിൻ്റെ വീഡിയോയും റെസിപ്പീസും ഇതിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ്. അപ്പോൾ രാവിലെ ഞാൻ സവാളയൊക്കെ അതിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്കും ഇവിടെ സുഖം ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു കേട്ടോ. നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഇന്നലെയൊക്കെ. ഇന്നിപ്പോൾ നന്നായിട്ടൊരു മൂടി കെട്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. മഴയ്ക്കുള്ള കോളാണോ അല്ലെങ്കിൽ കാറ്റോ എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ചായയൊക്കെ ഒരു ഗ്ലാസ് ഉണ്ടാക്കി കുടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കണം. ദോശയ്ക്കുള്ള മാവ് ഞാൻ റൈസ് കുക്കറിൽ തലേദിവസം രാത്രി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. കുക്കറിൽ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. കുക്കറിലാകുമ്പോൾ ഒറ്റ വിസിൽ മതി, നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഉഴുന്ന ദോശയ്ക്കുള്ള മാവ് ഞാൻ തലേദിവസം അരച്ചിട്ട് റൈസ് കുക്കറിൽ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈസ്റ്റോ സോഡ ഒന്നും ഇടാനില്ലെങ്കിൽ ഞാൻ റൈസ് കുക്കറിലാണ്ട് വെക്കലാണ്. അപ്പോൾ പിന്നെ ആ ഒരു ചൂടിൽ നന്നായിട്ട് അങ്ങോട്ട് പൊങ്ങിക്കിട്ടും. മാവ് നല്ലോണം ഫെർമെൻറ്റേഷനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുക്കർ ഒറ്റ വിസിലടിച്ചിട്ട് പിന്നെ മുട്ടയൊക്കെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ചായ ഇവിടെ മതി കേട്ടോ. അപ്പോൾ ഞാൻ ചായക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി കുറച്ചാൾ ചൂടുവെള്ളമാണ് കുടിക്കുക. അങ്ങനെ ചായക്ക് പൊടിയിട്ട് അതും കൊണ്ട് മാറ്റി വെച്ചിട്ട് ഇനിയിപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1.5 സവാള ചെറുതായി അരിഞ്ഞതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഒന്നുമില്ല കേട്ടോ. കറിവേപ്പില മല്ലിയില ഒന്നുമില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നുമില്ല. വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറിയാണ് കേട്ടോ. നമുക്ക് ഇതൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ട് പിന്നെ പച്ചമുളകും വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായി കനം കുറച്ച് അരിഞ്ഞത്. എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ. അധികം എരിവില്ല, നല്ല കളറുള്ള മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു തക്കാളി ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. മൂടി വെക്കുന്നതിന് മുന്നേ ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് മൂടി വെച്ചാൽ മതി. അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടും. ഈ ഒരു പാകത്തിന് ആക്കിയെടുക്കാം നമുക്ക്. ഇപ്പോൾ ഈ ഒരു സമയത്ത് തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിയിൽ നിന്നുള്ള ആ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഗ്രേവി മാറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പുഴുങ്ങിയിട്ടുള്ള മുട്ട ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ആ മുട്ടൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടും. ദോശ ചുട്ടെടുക്കുകയാണ്. ദോശൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലയോ മല്ലിയിലയോ ഇഞ്ചിയോ ഒന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ തട്ടിക്കൂട്ട് കറിക്കൊക്കെ എപ്പോഴും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് നല്ലൊരു മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ നല്ലൊരു മൂടിക്കെട്ടലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞൊരു 8-8:30 ആയപ്പോൾ തുടങ്ങി അങ്ങോട്ട് മഴയും പേരും കാറ്റും. പേടിയ സത്യം പറഞ്ഞാണല്ലോ കേട്ടോ. 4 വശത്തും മരങ്ങളും തെങ്ങും അതൊക്കെ ഉള്ളല്ലോ ഈ വീടിൻ്റെ സൈഡിലൊക്കെ. പേരും കാറ്റും മഴയും, അതിനിടയിൽ കറണ്ടും പോയിട്ടോ. പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ളോഗാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ.